സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്ത, മനസ്സ് തുറന്ന് ചിരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാരുമില്ല. പലപ്പോഴും ഒന്ന് ഹൃദയം തുറന്ന് സന്തോഷിച്ചിട്ട് നാളെ എത്രയായി, ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് നാളെ എത്രയായി. ജീവിത സാഹചര്യങ്ങൾ ഒന്നു മാറി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ സന്തോഷിക്കാനും ചിരിക്കാനുമൊക്കെ കാരണമില്ലാത്തവരായി നാം മാറുന്നുണ്ടോ? ദാവീദ് തന്റെ സ്വർണഗീതത്തിൽ 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്ന ഭക്തൻ, മനസ്സുകൊണ്ട് ആനന്ദിക്കുന്ന ഭക്തൻ, തനിക്കതിനൊരു കാരണമുണ്ട്. തന്റെ മുമ്പിൽ ദൈവത്താൽ പണിയതുയർത്തപ്പെട്ട ആ രാജകൊട്ടാരമോ സിംഹാസനമോ അല്ല അതിന്റെ കാരണം. തനിക്ക് ലഭിക്കുന്ന ബഹുമതികളോ അംഗീകാരങ്ങളോ അല്ല അതിന് കാരണം. ദൈവത്താൽ താൻ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളോ തനിക്ക് ലഭ്യമായ വിജയങ്ങളോ അല്ല അതിന് കാരണം. മറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തന്റെ ഫോക്കസ് എപ്പോഴും ദൈവമായിരുന്നു. നാം എന്താണ് നമ്മുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്? നാം എന്താണ് നമ്മുടെ ഫോക്കസിൽ എപ്പോഴും കൊണ്ടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ, നമ്മുടെ അസാധ്യതകളെ വെച്ച് അസ്വസ്ഥമാകുമ്പോ ഇന്നു മുതൽ എപ്പോഴും ദൈവത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മുടെ ഫോക്കസിനകത്ത് എപ്പോഴും നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, വല്ലപ്പോഴുമല്ല എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ വലത്തുഭാഗത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡായി ദൈവം നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, ഐ വിൽ നോട്ട് ബി ഷേക്കൺ, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ ഫോക്കസിൽ ദൈവത്തെ വെച്ചിട്ടുണ്ട്. ദൈവം എന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഹൃദയം തുറന്ന് സന്തോഷിക്കും, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഒറ്റ കാരണം, എന്റെ സന്തോഷത്തിന്റെ പ്രധാന കാരണം, എന്റെ ആനന്ദത്തിന്റെ പ്രധാന കാരണം, ഞാൻ കുലുങ്ങിപ്പോകാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, അതെന്റെ ദൈവമാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനസ്സിനകത്ത് ഭാരം വരുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? എന്താണ് നാം തന്നെ നമ്മുടെ മുമ്പിൽ വലുതായി കൊണ്ടുവച്ചിരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുതായിട്ട് ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അന്ന് തൊട്ട് നാം സന്തോഷിക്കാൻ തുടങ്ങും, അന്ന് തൊട്ട് നാം ആനന്ദിക്കാൻ തുടങ്ങും, നാം കുലുങ്ങാതെ നിൽക്കാൻ തുടങ്ങും. ദൈവത്തെ നമ്മുടെ മുമ്പിൽ വയ്ക്കാം, മനസ്സുകൊണ്ട് ആനന്ദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.